വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ഇരിക്കുന്ന തലയിൽ തട്ടോടാത്ത ഒരേ ഒരാളായിരിക്കും ഞാൻ. അതെനിക്ക് നിങ്ങൾക്ക് വരെ സംസാരിക്കാൻ എനിക്കൊരു വിഷയമായി തോന്നിയിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ചിരി കാണാൻ പറ്റുന്ന മുഖങ്ങൾ, ചിരിക്കുന്ന മുഖങ്ങളെ എനിക്കിവിടെ വന്നപ്പം കാണാൻ കഴിഞ്ഞു. ഹൃദയത്തിൻ്റെ അകത്ത് നന്മയുണ്ടാവുന്ന ഒരു മനുഷ്യനെ ചിരിക്കാൻ കഴിയുള്ളൂ. തുറന്ന് ചിരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് മറ്റൊന്നും തന്നെ ഭയക്കാനില്ല. കാരണം ഹൃദയത്തോട് സംവദിക്കുന്ന തരത്തിൽ ചുണ്ടുകളിൽ നിന്നുള്ള പ്രസംഗം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അല്ലേ? അധരങ്ങളിൽ നിന്ന് ഊർന്നു വീഴുന്ന വാക്കുകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീഴുന്ന വാക്കുകൾ ഹൃദയത്തിൽ ചെന്ന് തറയ്ക്കുകയാണ്. നിങ്ങൾക്കതിന് കഴിയുമെന്ന് എനിക്ക് അവിടെ ഇരുന്നപ്പോൾ മനസ്സിലായി. ഞാനൊരു മതവിശ്വാസിയല്ല, എനിക്കത് പറയുന്നതിനൊരു മടിയുമില്ല. നിങ്ങൾ മതവിശ്വാസിയാണ്, അതെനിക്ക് നിങ്ങളെ അംഗീകരിക്കാനോ സ്നേഹിക്കുന്നതിനോ തടസ്സമാവുന്നില്ല. കാരണം ഞാനൊരു ജനാധിപത്യ വിശ്വാസിയാണ്, മനുഷ്യനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, സ്നേഹത്തിലും നന്മയിലും വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ മുഖത്ത് നിന്ന് നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും, എൻ്റെ വിശ്വാസം ഒരു മതം ഒരു അഭിപ്രായമാണെങ്കിൽ, ഒരു ജീവിത രീതിയാണെങ്കിൽ, നിങ്ങൾ മനുഷ്യനെ സ്നേഹിക്കുന്ന മതത്തിലാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതല്ല, നിങ്ങൾ മനുഷ്യനെ വെറുക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ, മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ, മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ, ആ മതത്തിൻ്റെ കൂട്ടത്തിൽ, അതേത് മതമാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടാവില്ല. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള മതത്തിൻ്റെ കൂട്ടത്തിലല്ല. നിങ്ങളുടെ മതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അഭിമാനിക്കാൻ വകയുള്ളൊരു മതമാണ് നിങ്ങൾക്ക്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ അറിവ് വളരെ പരിമിതമാണ്. മതത്തെക്കുറിച്ചുള്ള എൻ്റെ അറിവ് വളരെ പരിമിതമാണ്. ഒന്നാമത്തെ കാരണം, ഞാനൊരു ചട്ടക്കൂടുള്ള മതത്തിലല്ല ജനിച്ചത്. ചട്ടക്കൂടുകളില്ലാത്ത ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ജനിച്ചു വീഴുന്ന, യാതൊരു തരത്തിലേക്കുള്ള ചട്ടക്കൂടിൻ്റെ ഉള്ളിൽപ്പെടാതെ സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലേക്ക്, ഇവിടുത്തെ പ്രകൃതിയിലെ മണ്ണിലെയും ഈ പറയുന്ന വായുവിനെ ഒക്കെ ശ്വസിച്ചുകൊണ്ട് ഒരു മനുഷ്യനായി എല്ലാവരെയും സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സംസ്കാരത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പക്ഷെ ഇന്നത് ചട്ടക്കൂടിലേക്ക് മാറുന്നുണ്ട്. ആ ചട്ടക്കൂടിലേക്ക് മാറുന്ന സമയത്ത് കുതറി ഓടി നിന്നുകൊണ്ട് എല്ലാവരെയും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മതത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് പ്രസംഗിക്കാൻ നിൽക്കുന്നത്. ഒരു മതത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് മതത്തിന് വേണ്ടി സംസാരിക്കാൻ ഞാൻ വരില്ല. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എവിടെ പോയി നിന്നാലും എൻ്റെ വാക്കുകൾക്ക് ഒന്നേ ഉണ്ടാവുള്ളൂ, മുഖം രണ്ടുണ്ടാവൂല. നിങ്ങളെ ഞാൻ വിമർശിക്കും. എന്തുകൊണ്ടാ? നിങ്ങൾ മനുഷ്യരാണ്. നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളെ മതത്തിന്റെ ആണെങ്കിലും നിങ്ങൾ ജീവിതമാണെങ്കിലും നശിച്ചു പോകരുത്. കാരണം എൻ്റെ സഹോദരൻ, എൻ്റെ രക്തവും നിങ്ങളുടെ രക്തവും ഒന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ ശ്വസിച്ചു വിടുന്ന വായു തന്നെയാണ് ഞാൻ ശ്വസിക്കുന്നത്. എനിക്ക് വേറെ വായുവില്ല. ഞാൻ ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പോലും മാറി നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന വായു പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ ആ വായു അല്ലാത്ത വേറൊരു വായു എനിക്ക് ശ്വസിക്കാനില്ല. അതുപോലെ തന്നെ എന്നിലുണ്ടാവുന്ന എന്ത് പ്രശ്നവും എന്ത് ദൂഷ്യവും അത് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്കും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒന്നായി നിൽക്കുന്ന, നമുക്ക് ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയാണെങ്കിൽ എല്ലാ മനുഷ്യരുടെയും ജനറ്റിക് ഘടന ഒന്നാണ്. എല്ലാ മനുഷ്യരുടെ രക്തത്തിന്റെ കളർ ഒന്ന് തന്നെയാണ്. പക്ഷെ വിശ്വാസങ്ങളാണെങ്കിലും ആചാരങ്ങളാണെങ്കിലും ജീവിത രീതിയാണെങ്കിലും വ്യത്യാസമുണ്ട്. ഞാൻ കഴിക്കുന്ന ചോറാണെങ്കിൽ ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഒരു മനുഷ്യൻ കഴിക്കുന്നത് ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കാം. അതെന്താണ്? അവിടെ വളരുന്ന, അവിടെ പ്രാദേശികമായി കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കളായിരിക്കും അവർ കഴിക്കുന്നുണ്ടാവുക. ഇതിനപ്പുറത്തേക്കുള്ള ഒരു വ്യത്യാസവും മനുഷ്യനും തമ്മിലില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മതത്തിന്റെ ആളാണ് ഞാൻ. ആ മതം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് മതമെങ്കിൽ ആ മതത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, വളരെ ഭീകരമായ രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. ഇസ്ലാം മതം തീവ്രവാദികളുടെ ഗ്രൂപ്പാണെന്ന് പറയുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ പറയുന്ന നസീർ എന്ന് പറയുന്ന ഒരു തീവ്രവാദി കണ്ണൂർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? നസീർ, തടിയണ്ടിയുള്ള നസീർ. ഇപ്പൊ നമ്മളുടെ പേരും പ്രശസ്തിയും കൂട്ടുന്ന രീതിയിലേക്ക് ഒരുപാട് ആൾക്കാർ പറയുന്നതാ. ഇതുവരെ ഒരുപാട് പേര് നമുക്കറിയാം. ജോർജ് ബുഷിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്കയിലെ അല്ലെങ്കിൽ ഇസ്രായേലിലെ ഭരണാധികാരികൾ കൊന്നുകൂട്ടിയിട്ടുള്ള ആൾക്കാരൊന്നും തന്നെ അത്തരത്തിലേക്കുള്ള പാതകങ്ങളൊന്നും തന്നെ ഈ പറയുന്ന മറ്റു പലരും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവരെ ഒന്നും നമ്മൾ തീവ്രവാദികളെന്ന് പറയാറില്ല പലപ്പോഴും. തീവ്രവാദി, പക്ഷേ ഇതൊരിക്കലും നമുക്ക് തീവ്രവാദിനെ അംഗീകരിക്കാൻ കഴിയില്ല. തീവ്രമായി വാദിക്കുന്നയാളാണ് തീവ്രവാദിയെങ്കിൽ ഞാൻ തീവ്രവാദിയാണ്. പക്ഷെ അതല്ല, മനുഷ്യനെയും തമ്മിൽ തെറ്റിക്കുന്ന തീവ്രവാദികളാണ്, അവരെ മാറ്റി നിർത്തേണ്ടതുണ്ട്. പക്ഷെ അവിടെ
ഞാൻ കണ്ണൂർ ജോലി ചെയ്യുന്ന സമയത്ത്, ഞാൻ കണ്ണൂരിൽ ഒരു 10 വർഷം നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിലേക്കുള്ള ശിരോവസ്ത്രം അനുവദിക്കാത്ത, ഒരു തരത്തിലെ മതത്തിന്റെ ചട്ടക്കൂടുകളും അനുവദിക്കാതിരിക്കുന്ന, അതേസമയം കൃത്യമായി 7 നേരവും ജീസസ് ക്രൈസ്റ്റ് എന്ന് പേര് പറഞ്ഞ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും എന്ന് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു മതത്തിന്റെ സ്കൂളിലാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് 10 വർഷം. അവിടെ എന്താണ് നടക്കുന്നത് എനിക്കറിയാം. അവിടെ പഠിക്കുന്ന ബഹുഭൂരിപക്ഷം കുട്ടികളും മുസ്ലിം കുട്ടികളാണ്. പക്ഷെ അവിടെ ഒരിക്കൽ പോലും അവർ ഈ പറയുന്ന രീതിയിലേക്ക് മതത്തിന്റെ ചിഹ്നത്തിന് വേണ്ടിയിട്ടൊന്നും തന്നെ സമരം ചെയ്തിട്ടില്ല. കാരണം അവിടെ പഠിക്കുന്നവർ ബഹുഭൂരിപക്ഷം പണക്കാരുടെ മക്കളായിരുന്നു. അവർക്ക് ഇതൊന്നും തന്നെ പ്രശ്നമായിരുന്നില്ല എന്നതാണ് വസ്തുത. അപ്പൊ നിങ്ങൾ കാണേണ്ടത്, സ്വാഭാവികമായിട്ടും നിങ്ങൾ പർദ്ദ ഇടാൻ വേണ്ടി സമരം ചെയ്ത് കഴിഞ്ഞാലും പർദ്ദ ഊരാൻ വേണ്ടി സമരം ചെയ്താൽ ഞാൻ കൂടെ ഉണ്ടാവും എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം എന്തുകൊണ്ടാ? ഞാൻ നോക്കുന്ന ജനാധിപത്യത്തിന്റെ ചട്ടക്കൂടിലൂടെയാണ്. നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. ഇടാനുള്ള അവകാശത്തിന് വേണ്ടി നിങ്ങൾ വാദിച്ചാലും നിങ്ങൾ കൂടെ ഞാൻ നിൽക്കും. കാരണം ഞാൻ ജനാധിപത്യത്തിന്റെ ജാലകത്തിലൂടെ നോക്കുമ്പോൾ ഒരു മനുഷ്യന് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മതേതരമായുള്ള കാഴ്ചപ്പാടിലൂടെ നോക്കുന്നത് കൊണ്ട് മതത്തിന്റെ പറയുന്ന വസ്ത്രം ധരിക്കാൻ വേണ്ടി സമരം ചെയ്ത അതിന്റെ കൂടെ ഞാൻ നിൽക്കും. അതേസമയം തന്നെ മതത്തിന്റെ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പുറത്തു വരണം എന്നൊരു ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ കല്ലെറിഞ്ഞാലും എനിക്ക് അവരുടെ കൂടെ നിൽക്കേണ്ടി വരും. കാരണം എന്തുകൊണ്ടാ? ഞാനൊരു ജനാധിപത്യ വിശ്വാസി ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ന് പറയുന്നത്, ഞാൻ അന്ന് കണ്ണൂർ പഠിക്കുന്ന സമയത്താണ് ഈ പറയുന്നത് അടിയന്തവിള നസീറിന്റെ വീട്ടിൽ 6 സ്ത്രീകളും 10 കുട്ടികളും അതിഭീകരമായ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു കാരണം? ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് ഈ വീട്ടിന്റെ അകത്ത് സമ്പത്ത് കൂട്ടാനല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം എന്ന് പറയാമോ എനിക്കറിയില്ല. ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലും കുറ്റവാളിയാണോ ശരിയാണോ തെറ്റാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത, പക്ഷെ ആ പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെട്ടതാണ്. തീർച്ചയായും ഈ പറയുന്ന നിങ്ങൾ ഏതു മതത്തിലാണെങ്കിലും ഈ മതത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കപ്പെടേണ്ടവനാണ് എന്ന് പറയാം. മനുഷ്യനെ തമ്മിൽ തന്നിക്കുന്ന ഏതെങ്കിലും മതത്തിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മതത്തിനെതിരെ നിൽക്കുന്നവനാണ് എന്ന രീതിയിൽ നിന്നുകൊണ്ട് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന അപ്പുറത്തേക്ക് പുറത്താക്കാനുള്ള തന്റെ ഇടമാണ് മതസംഘടനകൾ കാണിക്കേണ്ടിയിരുന്നത്. പക്ഷെ അത് പലപ്പോഴും ആരും കാണിക്കാറില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വസ്തുത. അവിടെയുള്ള ഞാൻ പറഞ്ഞു 6 സ്ത്രീകളും 10 കുട്ടികളും ഈ സമൂഹത്താൽ മുഴുവൻ ഭ്രഷ്ടരാക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. വിവാഹം എന്ന് പറയുന്ന പ്രക്രിയയുടെ ഭാഗമായി ഇരകളാക്കപ്പെട്ടവളായിരുന്നു അവരൊക്കെ തന്നെ. തടിയണ്ടുള്ള നസീറിന് 3 മക്കളുണ്ട്. നിങ്ങൾ അറിയാന്നറിയാം. അവന്റെ ഭാര്യ സത്യത്തിൽ ഒരു തീവ്രവാദിയുമല്ല, ഒരു പാവം പെൺകുട്ടി. ആ കുട്ടിയുടെ അമ്മ ചുമട്ടുപണിയൊക്കെ, അച്ഛൻ എന്നോ ഉപേക്ഷിച്ചു പോയി, ചുമട്ടുപണിയൊക്കെ ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ പഠിപ്പിച്ച് +2 വരെ അങ്ങ് എടുക്കുന്ന സമയത്താണ് സ്ത്രീധനമില്ലാതെ കല്യാണം കഴിക്കുന്ന നല്ല ഭക്തിയുള്ള ഒരുത്തെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവന്നത്. ഈ കുട്ടിക്ക് ഒന്നും അറിയില്ല, എന്താണ് ഇവൻ ചെയ്യുന്നതെന്ന് അറിയില്ല. ഈ പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? ആ വീട്ടിനകത്തേക്ക് തന്നെ വേറൊരാളെയും കൂട്ടിക്കൊണ്ടുവന്നു അനിയത്തിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി. സ്ത്രീധനമില്ലാതെ കല്യാണം കഴിക്കാൻ വരുന്ന ഒരാളാണല്ലോ. നിലവിലുള്ള സ്ത്രീധനം എന്ന് പറയുന്ന ഭീകരമായ അതിക്രമത്തിനെതിരെ പോരാടിയിട്ടിരുന്നെങ്കിൽ ഈ പറയുന്ന വ്യക്തി തനിക്ക് ഇഷ്ടമില്ലാത്ത, തനിക്ക് മനസ്സിലാവാത്ത, തന്നെ സ്നേഹിക്കാത്ത, തുറന്നു പറയാത്ത ഈ പറയുന്ന രീതിയിലേക്കുള്ള വിവാഹത്തിന്റെ ഉള്ളിലേക്ക് അകപ്പെടുമായിരുന്നില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന വ്യക്തി അവിടെ ഒരു തീവ്രവാദ കേന്ദ്രമാക്കി മാറ്റാനായിരുന്നു. പലപ്പോഴും അതിനകത്ത് വരുന്ന ഒരു ആങ്ങളുണ്ട് പിടിക്കപ്പെട്ട, അവ ശരിക്കും പറഞ്ഞാൽ ഇതിൽ പെട്ട ആളൊന്നുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അധികം അറിയില്ല, ആധികാരികമായി പറയാനും അറിയില്ല, ഞാൻ ആലോചിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ അവിടെ പോയിരുന്നു, 2 പ്രാവശ്യം ഞാൻ പോയിരുന്നു. കാരണം എന്തുകൊണ്ടാ? ആ കുട്ടികൾക്ക് ഒരാളും ഭക്ഷണം കൊടുത്തിരുന്നില്ല. ആ കുട്ടികൾ വളരെ ദാരിദ്ര്യത്തിൽ കിടക്കുകയായിരുന്നു, 10 കുട്ടികൾ. ഈ കുട്ടി എന്ത് പിഴച്ചു എന്ന് നമ്മുടെ പൊതുസമൂഹം ചോദിച്ചില്ല. 6 മാസമുള്ള തടിയന്റെയുള്ള നസീറിന്റെ മകനായി പിറന്ന ആ കുട്ടി ഒരു തീവ്രവാദിയായി സമൂഹത്തിലേക്ക് ഇറങ്ങണോ, ജനാധിപത്യ വിശ്വാസിയായി വരണോ എന്ന് നമ്മളിവിടെയുള്ള മതവിശ്വാസികളോ മതേതരവാദികളോ ചോദിച്ചില്ല എന്ന് പറയുന്ന ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇരകളാക്കപ്പെടുന്നത് മതത്തിന്റെ പേരിലാണെങ്കിലും അല്ലെങ്കിലും ഇരകളാക്കപ്പെടുന്നത് സ്ത്രീകളാണ്. ഈ പറയുന്ന വിവാഹം എന്ന് പറയുന്ന ചട്ടക്കൂടിന്റെ ഉള്ളിലേക്ക് പെട്ടുകൊണ്ട് സ്വാഭാവികമായ ഒരു അടിമ ഉടമ ബന്ധത്തിന്റെ ഭാഗമായി പ്രണയം തോന്നിയിട്ടോ അല്ലെ ഒന്നിച്ചു ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടോ അല്ലാതെ ഭീകരമായ സാമൂഹ്യ അനാചാരത്തിന്റെ ഭാഗമായി അടിമകളാക്കപ്പെടുകയും നിരന്തരമായ സമൂഹത്തിന്റെ ഭീകരമായിട്ടുള്ള അതിക്രമങ്ങളും ഈ പറയുന്ന രീതി നിങ്ങൾക്കറിയാം. അന്ന് ഞാൻ അവിടെ പോയപ്പോൾ വളരെ ദരിദ്രമായൊരു വീടാണ് ആ പറയുന്ന വ്യക്തി, ആ കുട്ടികൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവൾ എൻ്റെ നെഞ്ചത്ത് കിടന്ന് കരഞ്ഞു. തടിയണ്ടുള്ള നസീറിന്റെ ഭാര്യ കരഞ്ഞെന്ന് പറഞ്ഞാൽ അവൾക്ക് നെഞ്ചുവേദനയാ, ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റൂല. സമൂഹം മുഴുവൻ അവളെ ആട്ടിപ്പുറത്താക്കുക. ഇവൾ എന്ത് തെറ്റാ ചെയ്തത് നമ്മൾ ചോദിച്ചിട്ടില്ല. ഇവൾ എന്ത് ചെയ്യും? ഇവളുടെ അടുത്തേക്ക് വരുന്ന ഒരാളാണ്, ചൂഴ്ന്നു നോക്കാൻ കഴിയോ?
ഈ പറയുന്ന രീതിയിലേക്ക് ഒരു ദരിദ്രന്റെ പ്രശ്നങ്ങൾ എന്നും പ്രശ്നങ്ങളാ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് മുസ്ലിം സമുദായം എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഒരിക്കലും മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമല്ല. വളരെ കൃത്യമായി ദരിദ്രന്റെ മുകളിലേക്കുള്ള ധനികന്റെ കടന്നുകയറ്റമാണ് നമ്മൾ തിരിച്ചറിയുക. ഇതിനകത്ത് ഒരു ജാതി ഞാൻ പഠിച്ചു, 47% വരുന്ന വിവാഹം ഇന്ത്യയിൽ ശിശു വിവാഹമാണ്. 18 വയസ്സിൽ താഴെയാണ്. ഒരു മതമോ ജാതിയോ ഒന്നും അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ഈ വിവാഹം നടക്കുന്നത്. കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ SC ST മുസ്ലിം, ഇതാണ് ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ നമ്മളും കൂടുതലായിട്ട് വരുന്നത്. ഇതിൽ ബഹുഭൂരിപക്ഷവും വരുന്നത് ദരിദ്രരായിട്ടുള്ള ആൾക്കാർ പലപ്പോഴും എന്ത് ചെയ്യുന്നു, വിവാഹ മാർക്കറ്റിന്റെ അകത്തേക്ക് പിടിച്ച് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ധനിക വിഭാഗം ഭീകരമായ രീതിയിലേക്ക് ദരിദ്ര വിഭാഗത്തെ ചൂഷണം ചെയ്യുന്ന ഒരു തലമായി കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ പൊതുസമൂഹം അങ്ങനെയല്ല ചെയ്തത്. പൊതുസമൂഹം നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായം എന്ന് പറയുന്ന തരത്തിലേക്കാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മുസ്ലിം സമുദായം എന്ത് ചെയ്യുന്നു, ഞാൻ പറയും ഇതൊരു അജണ്ടയാണ്. നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഈ മുസ്ലിം ഭീകരവാദം എന്ന് പറയുന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നത്. നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഒരിടത്തും നമ്മൾ കണ്ടിട്ടില്ല ഹിന്ദുക്കളും മുസ്ലിംസും അല്ലെങ്കിൽ ക്രിസ്ത്യൻസും ഇവിടെ ജീവിക്കുന്ന എല്ലാവരും ഒന്നിച്ചു നിന്ന് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ പറയുന്ന രീതിയിലേക്ക് നമുക്കറിയാം, സാമ്രാജ്യത്വ ശക്തികൾ കടന്നു വരികയും വളരെ ഭീകരമായ രീതിയിലേക്ക് അധികാരം നിലനിർത്താൻ വേണ്ടി അവരാദ്യം ചെയ്തത് നമ്മളെ തല്ലിക്കുകയായിരുന്നു. തല്ലിക്കാനുള്ള വളരെ കൃത്യമായ പ്രക്രിയ അവർ മെനഞ്ഞുണ്ടാക്കി. ഇതേ പ്രക്രിയ തന്നെയാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, 90-കൾക്ക് ശേഷം ഇവിടെ ഉണ്ടായ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം. എന്താ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്താ അവിടെ നടന്നിട്ടുള്ളത്? ഇവിടെ നടന്നിട്ടുള്ളത് മുഴുവൻ എന്താണ്, സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ശത്രുക്കളാണെന്ന രീതിയിലേക്കുള്ള ഒരു പ്രചരണങ്ങളാണ് വളർന്നു വന്നിട്ടുള്ളത്. എന്തിനാണ് ഈ രീതിയിലേക്ക് പ്രചരണങ്ങൾ വരുന്നത്? സ്ത്രീകളെയും പുരുഷന്മാരെയും ബോധപൂർവ്വം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയോ, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക സ്ത്രീ പുരുഷനോടും പുരുഷൻ സ്ത്രീയോടും ചേർന്ന് നിൽക്കുമ്പോൾ തന്നെയാ. ഇത് മനസ്സിലാക്കുന്ന ജീവശാസ്ത്രപരമായ ബന്ധത്തിന്റെ ഈ അടിത്തറ മനസ്സിലാക്കുന്ന കമ്പോളം ഈ സ്ത്രീകളെയും പുരുഷന്മാരെയും തമ്മിൽ തെറ്റിച്ചു വെച്ചാൽ, ഈ സ്ത്രീകളെയും പുരുഷന്മാരെയും പരസ്പരം അകറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇവരുടെ ആകർഷണത്തെ വിറ്റ് മുതലാക്കിയിട്ട് ഈ കാശ് സമ്പാദിക്കാമെന്നും നമ്മുടെയൊക്കെ പോക്കറ്റിലെ കാശുകൾ ബ്യൂട്ടി പാർലറുകളിലേക്കും ജ്വല്ലറികളിലേക്കും അതുപോലെ കോസ്മെറ്റിക് ഐറ്റംസിലേക്കും കൊടുത്തിട്ട് നമ്മളെ പോക്കറ്റൊക്കെ കാലിയാക്കി നമ്മൾ ഈ രീതിയിലേക്ക് മാനസിക രോഗികളൊക്കെ മാറ്റി തീർക്കാമെന്ന് കരുതിയിട്ടുള്ള ഈ പറയുന്ന സാമ്രാജ്യ ശക്തികൾ തന്നെയാണ് സ്ത്രീ ശാക്തീകരണം എന്ന രീതിയിലേക്ക് വന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ 90-കൾക്ക് ശേഷം ഇന്ന് നടക്കുന്ന ചർച്ചകൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവാഹം 16 വയസ്സിൽ വേണോ, 15 വയസ്സിൽ വേണോ, 10 വയസ്സിൽ വേണോന്ന്. ആരാ പറഞ്ഞേ? എവിടെ നടക്കുന്ന? നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഒരു സ്ത്രീയോടും മുസ്ലിം പെൺകുട്ടി ആവശ്യപ്പെട്ടോ എന്റെ വിവാഹം 10ാമത്തെ വയസ്സിൽ നടത്താൻ വേണ്ടി. അവർ പറയാണ് നിങ്ങൾ വ്യഭിചരിച്ചു പോകുമെന്ന് പറയുന്നത്. ഒരു സ്ത്രീ വ്യഭിചരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി മറുവശത്ത് ഒരു പുരുഷനുണ്ടാവും. പുരുഷന് വേണ്ടിയാണ് വ്യഭിചരിക്കുന്നത്, പുരുഷന് വേണ്ടിയാണെന്ന് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ വിവാഹം കഴിപ്പിക്കേണ്ടത് ജനിച്ചു വീഴുന്ന പുരുഷനെ തന്നെ ആദ്യം തന്നെ വിവാഹം കഴിപ്പിക്കണം. അതെന്തുകൊണ്ടാണ് ഈ മത നേതൃത്വം പറയാതിരിക്കുന്നത്? കാരണം കൃത്യമായിട്ടും അവർക്ക് ലക്ഷ്യമുണ്ട്. നമുക്കറിയാം, ഈ പറയുന്ന രീതി ഡൽഹി റേപ്പ് കേസിന് ശേഷം ചർച്ചകൾ നടന്നപ്പോൾ ഇവിടെ പറഞ്ഞ എന്താ, സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, ആ സ്ത്രീകൾ പുരുഷന്മാരോട് മിണ്ടാൻ പാടില്ല, അവർ പുറത്തിറങ്ങാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, പുതിയ തൊഴിലവസരങ്ങൾക്ക് വരാൻ പാടില്ല. എന്തുകൊണ്ടാണ്? പീഡിപ്പിക്കപ്പെടും. ഞാൻ ചോദിക്കട്ടെ, പേപ്പട്ടി കടിക്കാറുണ്ട്, അതുകൊണ്ട് പേപ്പട്ടിയൊക്കെ വിഹരിച്ചോട്ടെ, നമ്മളൊക്കെ കയറി മുറിയിൽ അടച്ചിരിക്കണം എന്നാണോ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഞാൻ JNUവിൽ പോയിരുന്നു അടുത്ത കാലത്ത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഞാൻ പോയപ്പോൾ അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ കേരളത്തിലെ പെൺകുട്ടികളെ കണ്ടത് മുസ്ലിം പെൺകുട്ടികളെ ആയിരുന്നു. അപ്പൊ എന്താണ് കാണിക്കുന്നത്? സ്വാഭാവികമായി മുസ്ലിം സമുദായത്തിലെ ആൾക്കാർ പഠിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിലേക്ക് അറിവിന്റെ മേഖലയിലേക്ക് നിങ്ങളുടെ മതത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ മതവിശ്വാസിയല്ല, എനിക്ക് വളരെ സുഹൃത്തുക്കളുണ്ട് ജമാഅത്തെ ഇസ്ലാമിയിലും അതുപോലെ തന്നെ മതവിശ്വാസികൾ അല്ലാത്തവരുടെ ഇടയിലൊക്കെ തന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരോട് പറയണ എന്താ, നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ അംഗീകരിക്കുന്നു, പക്ഷെ അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ നിങ്ങളൊരു മതത്തിന്റെ ചട്ടക്കൂടിന്റെ അകത്തേക്ക് ഒതുങ്ങിപ്പോവാനുള്ള സാധ്യതയും അതിനകത്തേക്ക് വരികയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയെ നിരാകരിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിനെയും ചോദ്യം ചെയ്യാൻ പറയുന്ന തരത്തിലേക്ക് എനിക്ക് മാറേണ്ടതുണ്ട്. പക്ഷെ എനിക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും
ഒരുപാട് മൂല്യബോധത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ, ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്ന, ഏറ്റവും കൂടുതൽ സാമൂഹ്യമായിട്ടുള്ള സാമ്പത്തികമായ സമത്വത്തിന് വേണ്ടി വാദിച്ചിരുന്ന ഒരു മതമായിരുന്നു ഇസ്ലാം മതം. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇന്നും എന്തുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള അന്തസത്തയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രീതിയിലേക്ക് ഒരു മതം പഠിച്ചു വരികയും ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ബൈബിളിന്റെ ഓരോ വാചകങ്ങളും എടുത്തു നിർത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യാൻ അവകാശം കിട്ടിയിട്ടുള്ള, ഞാൻ നിങ്ങൾക്ക് നേരത്തെ ചോദിക്കാം, ഈ 45 വയസ്സുള്ള വിവാഹം കഴിച്ചിട്ട് ഡൈവേഴ്സി ആയിട്ടുള്ള അല്ലെങ്കിൽ മരിച്ചുപോയി ഭർത്താവ് മരിച്ചു പോയിട്ടുള്ള കന്യകയായ ഒരു സ്ത്രീയല്ല നിങ്ങളുടെ പ്രവാചകൻ കല്യാണം കഴിച്ചിട്ടുള്ള. ആദ്യം നിങ്ങളുടെ എന്ന് പറയാൻ കാരണം എനിക്ക് എന്റെ മതവിശ്വാസി അല്ലാത്തതുകൊണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ പറയുന്ന എന്താ, സദാചാരം എന്ന് പറയുന്ന വലിയ വാളുമായിട്ട് ചട്ടക്കൂടുമായി വരുന്നിടത്ത് ഒരിക്കലും വിധവകളെ വിവാഹം കഴിക്കുന്നതിനോ അതല്ലെങ്കിൽ ഈ സദാചാരം എന്ന് പറയുന്ന കന്യകാത്വം എന്ന് പറയുന്ന ഭീകരമായ ക്രിസ്ത്യൻ മതത്തിന്റെ പാപബോധവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വസ്തുതയോ ഇസ്ലാമിൽ ഉണ്ടായിരുന്നില്ല, ഹിന്ദു മതത്തിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ കാണേണ്ടത് ക്ഷേത്ര ചുമരുകളിൽ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത്. ഗജരാഹോലൊക്കെ പോയി കഴിഞ്ഞാൽ സമൂഹ രതിയെ അവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു പുരുഷൻ ഒരു സ്ത്രീ മാത്രമൊന്നല്ല, രതിയെ വളരെ നല്ല രീതിയിലേക്ക് ഒരു ദൈവികമായ പ്രക്രിയയായിട്ടാണ് രതിയെ ഹിന്ദു മതവും കാണിച്ചിട്ടുള്ളത്. ഇണചേരുക എന്ന് പറഞ്ഞ ദൈവികമായ ഒരു പ്രക്രിയയായിട്ടാണ് ഇസ്ലാം മതം കാണിച്ചിട്ടുള്ളത്. പക്ഷെ ക്രിസ്തു മതം എന്താ കാണിച്ചിട്ടുള്ളത്? ക്രിസ്തു മതത്തിൽ കന്യകയാണ് മറിയം. എന്തുകൊണ്ടാണ് മറിയം കന്യകയായത്? ലൈംഗികമായ ബന്ധം പാപത്തിന്റെ സൃഷ്ടികളാണ്, സന്തതികളാണ് മനുഷ്യനെന്നും പാപമാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടാവുന്നത് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു മതത്തിന്റെ ലൈംഗിക സദാചാര സങ്കല്പമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ഭീകരമായ രീതി അടിച്ചേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സാമ്രാജ്യത്വ അജണ്ടയാണ്. അവരുടെ രാജ്യങ്ങൾ അവർ പാലിക്കാത്ത, ഞാൻ പറയുന്നത് ക്രിസ്തു മതം എന്ന് പറയുന്നത് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ എന്നല്ല ഞാൻ പറയുന്നത്. ഒരു മതവിശ്വാസിയും ഒരിക്കലും മതത്തിന്റെ ഭീകരമായ രീതിയിൽ തമ്മിൽ തെറ്റിക്കാൻ അംഗീകരിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നയാളല്ല. അവർ ദൈവത്തിലും സ്നേഹത്തിലും ഇസ്ലാം നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ക്രിസ്തു മതത്തെ സംബന്ധിച്ച് സ്നേഹിക്കുക, തന്റെ അയൽക്കാരനെയും തന്നെ പോലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ മതമാണ് ശരിക്ക് ക്രിസ്തു മതം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ മതവിശ്വാസികൾ ഒരിക്കലും എന്തല്ല, മനുഷ്യനെ തമ്മിൽ തെറ്റിക്കുന്ന മതമല്ല. പക്ഷെ നമ്മൾ കാണേണ്ടത് ഇതിനപ്പുറത്തേക്ക് ഒരു മതമോ ദൈവമോ വിശ്വാസമോ പലതരത്തിലേക്കും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാത്ത, മതേതരവാദികളല്ലാത്ത, മതേതരവാദികൾക്ക് സയൻസ് ശാസ്ത്രീയമായി വിശ്വസിക്കുന്ന ഒരാൾക്കും ഒരു മനുഷ്യനെയും തള്ളിക്കളയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇട്ടിരിക്കുന്ന പർദ്ദയ്ക്ക് ഉള്ളിലുള്ള മനുഷ്യനെയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്തായാലും എനിക്കതിനെക്കുറിച്ച് പ്രശ്നമില്ല. നിങ്ങൾ ആന്തരികമായി ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള അന്തസത്തയുണ്ട്, അതാണ് മനുഷ്യൻ. ആ മനുഷ്യനെ കാണുന്ന ഒരു ശാസ്ത്രീയ വിശ്വാസിക്ക് അല്ലെ ശാസ്ത്രീയമായിട്ടുള്ള വിശ്വാസിയല്ല, ശാസ്ത്രീയമായി കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ശരിയായ ഒരു മതേതരവാദിയെ സംബന്ധിച്ച് ഒരു മതത്തെയും എതിർക്കാൻ കഴിയില്ല. ഒരു തരത്തിലേക്കുള്ള ഈ പറയുന്ന വ്യത്യസ്തതകളെയും മനുഷ്യർ പരസ്പരം തമ്മിൽ തല്ലതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഇതൊന്നുമില്ലാത്ത ഒരു സാമ്രാജ്യത്വത്തിന്റെ വളരെ കൃത്യമായ കടന്നുകയറ്റം നമ്മുടെ മുകളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തായിരുന്നു സ്ത്രീ ശാക്തീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ നടത്തിയിട്ടുള്ളത്? നമ്മൾ കാണേണ്ടത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് സ്ത്രീകൾ മുഴുവൻ ശാക്തീകരിക്കപ്പെട്ട് പുറത്തേക്ക് വരണ്ടേ? നമ്മൾ കാണുന്നത് എന്താ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് ശരീരമായി വീട്ടിനകത്തളങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടണമെന്നാണ് നമ്മളോട് പറയുന്നത്. ഈ പറയുന്ന റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ ഇഷ്യൂ വന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവിടെ ചർച്ച ചെയ്തെന്താ, അവനെ തൂക്കിക്കൊല്ലണം എന്ന രീതിയിലേക്ക് വന്നു. നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂലേ, തൂക്കിക്കൊന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ. ഞാൻ ചോദിക്കുക, നമ്മൾക്ക് എന്തുകൊണ്ടാണ് ആൺകുട്ടികൾ ഇല്ലാതായി പോയത്? ഇവിടുത്തെ അമ്മമാർക്കൊന്നും ആൺകുട്ടികൾ ഇല്ലാതായി പോകുന്ന തരത്തിലേക്ക് പെൺകുട്ടികളുടെ സൈഡിലേക്ക് മാത്രം നമ്മൾ നോക്കിയത് എന്തുകൊണ്ടാ? ഒരു പുരുഷൻ എന്തുകൊണ്ടാണ് റേപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് മാറിത്തീരുന്നത്? എന്തുകൊണ്ടാ? അവൻ എന്തുകൊണ്ടാണ് സ്വന്തം അമ്മയെയും സ്വന്തം സഹോദരിയെയും മനുഷ്യനെയും സ്നേഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആയി മാറുന്നത്? എന്തുകൊണ്ടാണ് സ്ത്രീ വെറും ഒരു ലൈംഗിക ഉപകരണം മാത്രമായി മാറിത്തീർന്നത്? എന്തുകൊണ്ടാണ് എന്ന ചോദ്യം നമ്മൾ ചോദിച്ചില്ല. തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ, ആ ശരീരത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവനെ പോലെയുള്ള ഒരുപാട് പേരെ സൃഷ്ടിച്ചെടുക്കുന്ന ഈ പറയുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥാവിശേഷം മാറ്റി തീർക്കാൻ നമുക്ക് കഴിയുമോ എന്ന് നമ്മൾ ചോദിച്ചില്ല. ഞാൻ അപ്പൊ പറഞ്ഞു, എന്റെ ഈ പറയുന്ന റേപ്പ് ചെയ്ത പ്രതികളുടെ കഴുത്തിലേക്ക് ഒരു ചരട് നിങ്ങൾ തൂക്കുന്ന സമയത്ത്, മകനെ നീ എന്നോ മരിച്ചുപോയവൻ എന്നോർത്തൊരു തുള്ളി കണ്ണീർ പൊഴിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? നമ്മൾക്ക് മകൾ മാത്രമല്ല ഉള്ളത്, നമ്മുടെ മകനുമുണ്ട്. എനിക്ക് ഈ പറയുന്ന രീതിയിലേക്ക് നമ്മൾ വിവാഹവുമായിട്ടുള്ള ചർച്ച നടക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മകനെ
സ്ത്രീ എന്താണെന്ന് തിരിച്ചറിയാനും ആ സ്ത്രീയുടെ അന്തസത്തയെ തിരിച്ചറിയാനും വ്യക്തി എന്ന രീതിയിലേക്ക് അവളെ ബഹുമാനിക്കാനും പറ്റുന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും വ്യഭിചാരം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാവില്ല. സ്വാഭാവിക ബന്ധങ്ങൾക്കൊരു പുതിയ മാനം ഉണ്ടാവും. അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട മതസംഘടനകളൊക്കെ തന്നെ വളരെ ശക്തമായ രീതിയിൽ സദാചാരം എന്ന ഓമന പേരിട്ടുകൊണ്ട് ഭീകരമായ സ്ത്രീ വിരുദ്ധതയാണ് പലപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു 47% വരുന്ന ഇന്ത്യയിലെ വിവാഹങ്ങൾ ശിശുവിവാഹങ്ങളാണെന്ന് കണക്കുണ്ട്. ലോകവ്യാപകമായിട്ടും ശിശുവിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ശിശുവിവാഹങ്ങൾക്ക് ജാതിയോ മതമോ ഈ പറയുന്ന രീതിയിലേക്ക് വ്യത്യാസമില്ല. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ദരിദ്രരിലാണ് ഇത് കൂടുതലായി നടക്കുന്നത്. ദരിദ്ര ജനവിഭാഗത്തിന്റെ ഭീകരമായ സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ട് ചൂഷണം ചെയ്യപ്പെടുകയാണ് പലപ്പോഴും ഇത് ചെയ്യുന്നത്. ഇവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് മുഴുവൻ ഒരു മതത്തിന്റെ പ്രശ്നമായിട്ടാണ് ഉയർത്തിക്കാട്ടുന്നത്. നിങ്ങൾക്കറിയാം, ശിശുവിവാഹം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലേക്ക് സതി അനാചാരങ്ങൾ, ജാതി പഞ്ചായത്തുകൾ നടത്തുന്ന ഭീകരമായ അതിക്രമങ്ങൾ, ഇതൊന്നും തന്നെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. സവർണ മേധാവിത്വം നടത്തുന്ന ഇത്തരത്തിലേക്കുള്ള കടന്നുകയറ്റങ്ങളെയും ആരും ചോദ്യം ചെയ്തിട്ടില്ല. നമ്മൾ കാണേണ്ടത്, നമ്മൾ പുറം സംസ്ഥാനങ്ങളിലൊക്കെ പോയാൽ കേരളത്തിന്റെ അവസ്ഥ കുറെ കൂടി വ്യത്യസ്ത. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ അവസ്ഥ വ്യത്യസ്തമായത്? കേരളത്തിന്റെ സാമൂഹ്യമായ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു വളർച്ചയുടെ ഒരു ഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. വികസന സൂചികകളിൽ കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുന്നിലായിരുന്നു. നമ്മളെല്ലാവരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളുടെ ഖുർആനിൽ ഊന്നി പറയുന്നത് എന്താണ്? നിങ്ങൾ വായിക്കുക, പഠിക്കുക എന്നാണ്. യഥാർത്ഥത്തിൽ കേരളം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമുക്കറിയാം കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയും. കേരളത്തിന്റെ വികസന മാതൃക നമ്മൾ പറയാറുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പുച്ഛിച്ച് തള്ളുകയാണ്. ഈ വികസന മാതൃകയുടെ അടിത്തറ എന്ന് പറയുന്നത് 85% വരുന്ന, ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന മറ്റു പലരെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ തന്നെ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുന്ന പ്രാപ്തി നമ്മൾ നേടിയത് നമ്മൾ ആകാശത്ത് നിന്ന് ജനിച്ചു വരുമ്പോൾ കൊണ്ടുവന്ന സമ്പത്ത് കൊണ്ടായിരുന്നില്ല. നമ്മളിവിടെ സമൂഹത്തിന്റെ അകത്ത് സൗജന്യമായി വിദ്യാഭ്യാസം കിട്ടുകയും പഠിക്കുകയും വളരാനും പറ്റുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായതുകൊണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പൗരോഹിത്യം, ഏത് മതമാണെങ്കിലും പൗരോഹിത്യം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ രീതിയിൽ വളരാതിരിക്കാനുള്ള എല്ലാ ഒത്താശകളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വേദം കേൾക്കുന്ന ശൂദ്രന്റെയും സ്ത്രീകളുടെയും ചെവിയിൽ ഈ ഒരുക്കി ഒഴിക്കണമെന്ന് ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഹിന്ദു സമുദായത്തിന്റെ റിജിഡായിട്ടുള്ള മതപൗരോഹിത്യം പ്രഖ്യാപിച്ചു. ഒരു കാലഘട്ടങ്ങളിലും വേദിക് പീരീഡിലേക്ക് നമ്മൾ പോയാൽ, നമ്മുടെ ഹിന്ദു മതത്തിന്റെ അന്തസത്തയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ശൂദ്രനോ ബ്രാഹ്മണനോ ജന്മം കൊണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത്, കർമ്മം കൊണ്ടായിരുന്നു. ഒരാൾ വിദ്യ അഭ്യസിച്ചുകൊണ്ട് അയാൾ ബ്രഹ്മത്തെ അറിയുന്നവനാണെങ്കിൽ, അയാൾ ജ്ഞാനിയാണെങ്കിൽ അയാൾ ബ്രാഹ്മണനാവുന്നു. അയാൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അയാളുടെ കർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് അയാൾ ഓരോന്നായിത്തീരുന്നത് എന്ന് പറയുന്നത്. എപ്പോഴാണ് വളരെ കൃത്യമായ റിജിഡായിട്ടുള്ള ചട്ടക്കൂടിന്റെ അകത്ത് നിന്നുകൊണ്ട് പൗരോഹിത്യം പറഞ്ഞു, ജനിക്കുന്നതിലൂടെ ഒരാൾ എന്ത് ചെയ്തു? ശൂദ്രനായിത്തീരുന്നു. ഒരാൾ ജന്മം കൊണ്ട് ഒരറിവുമില്ലാത്തവനാണെങ്കിലും അവൻ ബ്രാഹ്മണനായിത്തീരുന്നു. ഇതൊക്കെ തന്നെ ആരാണ് കൊണ്ടുവന്നത്? വളരെ കൃത്യമായിട്ടും പൗരോഹിത്യമാണ് ഇത് കൊണ്ടുവന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഖുർആനെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തേണ്ടതുണ്ട്. പലപ്പോഴും നിങ്ങളിത് പറയുമ്പോൾ ഞാൻ മഫ്ത ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയാ ഞാൻ മഫ്ത ഉപയോഗിച്ചേ? മഫ്ത ഞാൻ ഉപയോഗിച്ചതിന് കാരണം എന്താ വെച്ചാൽ, ഞാൻ മതത്തിന്റെ ഭാഗമായിട്ടല്ല മഫ്ത ഉപയോഗിച്ചത്. ഞാൻ നോക്കിയപ്പോ മഫ്ത മാത്രമാണ്. ഇവിടെ മുറയ്ക്കുന്ന സാധനം എന്താ? മൂക്ക് മറയ്ക്കുന്ന എന്താ പറയാ? മഫ്ത എന്ന് പറഞ്ഞ ഇതല്ലേ? എനിക്ക് എന്റെ പേരൊന്നും അറിഞ്ഞോളൂ കേട്ടോ. ഇങ്ങനെ മറയ്ക്കുന്ന ഒരു സാധനം ഞാൻ ഉപയോഗിച്ചിട്ട് എന്റെ കയ്യിലുണ്ടത്. എന്തിനാ ഞാൻ വാങ്ങിയെന്നറിയോ? വോയിസ് നോഡ്യൂളുണ്ടായിരുന്നു. സംസാരിച്ചിട്ടേ ശ്വാസത്തിന് പ്രശ്നം വന്നു. അപ്പൊ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു പൊടിയടിക്കരുത് എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ പൊടിയടിക്കരുത് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മൂക്കിൽ പൊടിയടിക്കാതെ നമ്മൾ കേരളത്തിന്റെ റോഡ് കൂടി നടക്കണമെങ്കിൽ ഏറ്റവും ബെറ്റർ സാധനം എന്താ നോക്കിയപ്പോൾ ഈ സാധനം. കാരണം എന്താ? നേരിയ തരത്തിലേക്കുള്ള ഒരു തുണിയായത് അല്ലേ? ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ സാധനം കൂടെ മറച്ചാൽ കാര്യമില്ല. കാരണം കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് വേർക്കുന്ന ശരീരത്തിന് അനുയോജ്യമായ ഒരു തുണിയായത്. ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? ഇതിലോട് പൊടി വന്നിട്ട് കയറി മൂക്കിലേക്ക് കയറും. അപ്പൊ ഈ പറയുന്ന സാധനം ഇട്ട് കഴിഞ്ഞാൽ പൊടി അടിക്കൂല. ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് അത് വികസിച്ചു വന്ന കാലം. ഞാൻ അതിനെ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് എതിർക്കല്ല. ഞാൻ അതിനെ കാണുന്നതിനെ ഞാൻ ഒരിക്കലും ഒരു മതത്തിന്റെ ചിഹ്നമായിട്ടല്ല കാണുന്നത്. മണലാരണ്യത്തിൽ നിന്ന് പൊടിയടിച്ചു കയറുന്ന സമയത്ത് സ്വാഭാവികമായും പുരുഷനും ഉണ്ടായിരുന്നു ആ ഡ്രസ്സ്. പുരുഷന്റെ ഡ്രസ്സ് എന്ന് പറയുന്ന പാന്റും കോട്ടും ഒന്നും ആയിരുന്നില്ലാണോ?
പാൻറ്റും കോട്ടും ഇട്ടിട്ടായിരുന്നോ നിങ്ങൾ മതത്തിലെ ഈ പറയുന്ന അറേബ്യയിലെ പുരുഷന്മാരെ കണ്ടിരുന്നത്? പാൻറ്റും കോട്ടും ഇട്ടിട്ടൊന്നായിരുന്നില്ല, ബനിയനും ജീൻസും ഇട്ടിട്ടൊന്നായിരുന്നില്ല അവരെ കണ്ടിരുന്നത്. അവരിട്ടിരിക്കുന്ന ഡ്രസ്സും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഞാനൊരു ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അതിനെ കണ്ടത് എങ്ങനെയാണ്? മണൽക്കാറ്റുകൾ അടിച്ചു കയറുമ്പോൾ, മൂക്കിലും കണ്ണിലും എല്ലായിടത്തും അടിച്ചു കയറുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു വസ്ത്രം ഡിസൈൻ ചെയ്ത് വരികയാണ് ചെയ്തത്. അത് സ്വാഭാവികമായും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്, ഇവിടെ ഉപയോഗിക്കുക. കാരണം മതഗ്രന്ഥം എന്ന രീതിയിലേക്ക് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കേണ്ടതാണ്. ഉപയോഗിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? നമ്മളൊരു മതേതര തുല്യ അവകാശമുള്ള ഒരു സമൂഹത്തിലാണ്. അങ്ങനെ കണ്ടാൽ മതി. ഇത് അതിൻ്റെ മുകളിൽ കിടന്നുകൊണ്ട് നമ്മൾ ഇതിനെ വലിച്ചു പറിക്കാനോ അല്ലെങ്കിൽ എടുത്തു മാറ്റാനോ ഒന്നും ചെയ്യേണ്ട കാര്യം ഞാനിങ്ങനെയാണ് കാണുന്നത്. കാരണം ഞാൻ ഈ രീതിയിലേക്കാണ് ചിന്തിക്കുന്നത്. പലപ്പോഴും വസ്ത്രങ്ങളൊക്കെ തന്നെ ഞാൻ വിശകലനം ചെയ്ത രീതിയും അത് തന്നെയാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പലപ്പോഴും നമ്മൾ മുണ്ടുടുത്തിക്കൊണ്ടിരുന്നത് മുകളിലേക്കാണ്. കാരണം 6 മാസം മഴ പെയ്യുന്ന നമ്മുടെ നാട്ടിൽ കാലിൻ്റെ അടി മുഴുവൻ ചളിയായി കഴിഞ്ഞാൽ ഈ ചളി നനഞ്ഞു കെട്ടിയിട്ട് നമ്മൾ പോയിരുന്ന നമുക്ക് അസുഖം വരും. നമുക്ക് ആ രീതിയിലേക്ക് ചിലപ്പോഴും മാറ്റം വരുത്തി കഴിഞ്ഞാൽ കുറെ കൂടി നമുക്ക് എന്തെങ്കിലും സുഖകരമായി ഇത്തരം കാര്യങ്ങളെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഇതുമായി ബന്ധപ്പെടുത്തി. പക്ഷെ അതിൻ്റെ അടിത്തറ എന്ന് പറയുന്ന നിങ്ങളുടെ ഖുർആന്റെ അകത്ത് എഴുതി വെച്ചിട്ടുള്ള വളരെ കൃത്യമായി ആ കാലഘട്ടത്തിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത്രയും ഭീകരമായ രീതിയിൽ അറിവോ വിജ്ഞാനമോ ഉണ്ടായിരുന്നിട്ടില്ലാത്ത, ശാസ്ത്രീയമായി വിശകലനം ചെയ്യാനുള്ള കഴിവ് ആർജിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഉള്ളവൻ ഒരിക്കലും അത് കൂട്ടിവെക്കരുതെന്ന് പറഞ്ഞ്, അത് സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ, നിങ്ങൾ ഒരുവനുള്ളതും കൂടി കൂട്ടിവെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യുന്ന ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമല്ല സാധ്യമാവുന്നതെന്നും നിങ്ങൾ അത് എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞ രീതിയിലേക്കുള്ള വളരെ തുല്യതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു തത്വശാസ്ത്രം സ്വാഭാവികമായിട്ടും വളരെയധികം മനുഷ്യത്വപരമാണ് എന്ന അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് ഓർക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ പറയുന്ന തത്വശാസ്ത്രത്തിനകത്ത് നിന്നുകൊണ്ട് കാലത്തിനും ശാസ്ത്രത്തിനും വ്യത്യാസം വരുന്നതിനനുസരിച്ചുകൊണ്ട് അതിനെ മാറ്റി തീർത്തുകൊണ്ട് അഭിമാനത്തോടു കൂടി നിങ്ങൾ ഉയർത്തി പഠിക്കാൻ പറ്റുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. പക്ഷെ നമ്മൾ ഇന്ന് കാണേണ്ടത്, ഇന്ന് നടക്കുന്ന എല്ലാ ചർച്ചകളും ഇസ്ലാം എന്ന് പറയുന്ന ഭീകരവാദപരമായി നിൽക്കുന്ന ഈ പറയുന്ന മുസ്ലിംസ് മുഴുവൻ ഭീകരവാദികളാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഇത് നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇതൊരു തന്ത്രത്തിന്റെ ഭാഗമാണ്. ഇതൊരു തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയുള്ള ഇന്ത്യയിലെ ജനത, ഹിന്ദുക്കളാണെങ്കിലും നമുക്കറിയാം, നമ്മൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ഏത് തരത്തിലേക്കുള്ള ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാലും അവിടെ ഹിന്ദുക്കളെന്നോ മുസ്ലിംസ് എന്നോ എന്ന് പറയുന്ന ക്രിസ്ത്യൻസ് വളരെ ചെറിയ ജനവിഭാഗം, ഏത് കാലത്തും അവർ ഭരണവർഗത്തിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നിങ്ങൾ കണക്കെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടുത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവരുടെ കയ്യിലാണ്. ഏകദേശം എല്ലാ IAS IPS ഓഫീസർമാർ എടുത്തു കഴിഞ്ഞാലും അവർ തന്നെയാണ്. എല്ലാ ആശുപത്രികളിലും ബഹുഭൂരിപക്ഷം വരുന്ന അവരാണ്. നമ്മൾ സമ്പത്തിന്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ധനികർ ഹിന്ദുക്കളുടെയും ആവറേജ്, മുസ്ലിംസിന്റെയും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ആവറേജ് വരുമാനം 3 മടങ്ങ് ഇരട്ടിയാണ്. വളരെ ന്യൂനപക്ഷം എന്ന് പറയുമ്പോഴും ന്യൂനത അനുഭവിക്കാത്ത ന്യൂനപക്ഷ ഇസ്ലാം മതത്തിലെ ആൾക്കാർ ഗൾഫ് നാടുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ സാധാരണ ജീവിതത്തിൽ നിന്ന് ഭീകരമായി കഷ്ടപ്പെട്ട് പണിയെടുക്കുകയും ജീവിക്കാൻ വേണ്ടി വരുമാനം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നും എന്താണ്, വല്ലാത്ത ഇൻഫീരിയോറിറ്റി എന്ന് പറഞ്ഞാൽ അപകർഷത ബോധം ഉണ്ടാവും. വിദ്യാഭ്യാസം ഒന്നും ശ്രദ്ധിക്കാതെ, പൈസ ഇല്ലാതെ ദരിദ്രനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് കാശ് കിട്ടുമ്പോൾ അവനെന്ത് ചെയ്യുന്നു? ഇത് ആളെയൊക്കെ കാണിക്കാൻ വേണ്ടി വലിയ വീടുണ്ടാക്കുന്നു. പക്ഷെ അവൻ്റെ ഈ കാശ് ഉണ്ടായിട്ടൊന്നുമല്ല ബഹുഭൂരിപക്ഷ ആൾക്കാരും. അവർ വലിയ വീടുണ്ടാക്കുന്നു, കാറ് വാങ്ങിക്കുന്നു, ആളെ കാണിക്കുന്നു. ഈ പ്രകടനപരത വെച്ചുകൊണ്ട് നമ്മൾ പറയും നാട്ടിലുള്ള എല്ലാ പണക്കാരും മുസ്ലിംസ് ആണ്. കണക്കുകൾ പറയുന്നതല്ല, മുസ്ലിംസ് ദരിദ്രരായിട്ടുള്ള ഏറ്റവും കൂടുതൽ പേർ മുസ്ലിംസിലാണുള്ളത്. എന്തുകൊണ്ട്? വിദ്യാഭ്യാസപരമായി താഴെയാണ്. കാരണം എന്തുകൊണ്ടാ? മതപൗരോഹിത്യം പലപ്പോഴും ഖുർആന്റെ ശരിയായ രീതിയിലേക്ക് അറിവിന്റെ മേഖലയിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി ബോധപൂർവ്വം മാറ്റിവെക്കുക. ആരാടി മതപൗരോഹിത്യം? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ പുരോഹിത വർഗം, ഈ പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഇസ്ലാമികളിൽ ഒരാളും തന്നെ ഏതോ അറേബ്യയിൽ നിന്ന് നേരിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയവരല്ല. ആണോ? ഒരൊറ്റ മനുഷ്യൻ പോലും. ചിലപ്പോൾ മിക്സിങ് സംഭവിച്ചിട്ടുണ്ടാവും. മനുഷ്യരുടെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാ. എല്ലാവരും ഇവിടുത്തെ മണ്ണിൽ, ഇവിടുത്തെ ഈ വെള്ളവും കുടിച്ചിട്ട്, ഇവിടുത്തെ വായു ശ്വസിച്ചുകൊണ്ട്, ഇവിടുത്തെ മനുഷ്യരോട് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട്, ഇവിടുത്തെ ജീവിത രീതി ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടുത്തെ മനുഷ്യരായി വളർന്നു വന്നവർ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു? സ്വാഭാവിക പരസ്പര ബന്ധം ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ തന്നെ നമുക്കറിയാം വളരെ നല്ല രീതിയിലേക്ക് ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനമുണ്ട്, സാമൂര്യൻസ് ഗുരുവായൂരപ്പൻ കോളേജാ. അവിടെ ഏറ്റവും നല്ല മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും ശക്തമായ തെളിവായിരുന്നു സാമൂതിരി ഭരണകാലത്തുണ്ടായിരുന്നത്. പക്ഷെ ഈ പറയുന്ന പോർച്ചുഗീസുകാർ വന്നതോടുകൂടി ആദ്യം അവർ ചെയ്തത് എന്താ? ഇവരെ തമ്മിൽ തെരിച്ചു.
ചില ഇസ്ലാമിനെയും ഹിന്ദുക്കളെയും തമ്മിൽ തെറ്റിച്ചു. ഏറ്റവും പ്രബല ശക്തികളായ ഒരു സ്ഥലത്തെ വളരെ ശക്തമായിട്ടുള്ള രണ്ട് കൈകളെയും തമ്മിൽ തെറ്റിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരസ്പരം നല്ല രീതിയിലേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ചർച്ചകളൊക്കെ വരുന്ന സമയത്ത് ആധികാരികമായി ആരാണ് ഇത്തരത്തിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് വന്നു ചേരുന്നത്? ദരിദ്രനും ധനികനും തമ്മിൽ ഈ പ്രശ്നത്തെ വിദ്യാഭ്യാസത്തിലൂടെ, അറിവിന്റെ മേഖലയിലൂടെ തകർത്തെറിയുകയും മതത്തിന്റെ പ്രശ്നമല്ല ഇതെന്ന് തിരിച്ചറിയുകയും മതം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായും അറിവിന്റെ മേഖലയിൽ നിന്നുകൊണ്ട് പഠിച്ചു വളരുകയും ചെയ്യുക. ഇന്ന് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇന്ന് എന്തെങ്കിലും രീതിയിൽ ശാക്തീകരിക്കപ്പെട്ട രീതിയിലേക്ക് സംസാരിക്കാൻ കഴിയുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ പലപ്പോഴും ഇത്തരം വേദികളിലാണ് നമ്മൾ കാണുന്നത്. റിജിഡ് അല്ലാത്ത, സ്നേഹിക്കാൻ പറ്റുന്ന, തുറന്നു ചിരിക്കാൻ പറയുന്ന, ഹൃദയമുള്ള, സ്നേഹമുള്ള നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഒരിക്കലും മതത്തിന്റെ പേരിൽ നിന്നുകൊണ്ട് അടിച്ചമർത്തപ്പെടേണ്ടവരല്ല. എവിടെയാണെങ്കിലും ഈ രീതിയിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ കൂടെ നിൽക്കുന്ന എല്ലാ ശക്തികളും കൂടെ നിന്നുകൊണ്ട് അറിവിന്റെ മേഖലയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു മതപ്രശ്നമായി ഇതിനെ കാണരുതെന്നും അതൊരു സാമ്പത്തികമായ അസമത്വത്തിന്റെ പ്രശ്നമാണെന്നും നമ്മൾ ഒന്നായിട്ട് നിൽക്കാനുള്ള, എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കാനുള്ള രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടതെന്നും മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.